പൊതുസ്ഥലങ്ങളിൽ നിന്നും പള്ളിക്കുട്ടികളിൽ നിന്നും കൈയിട്ട് വാരുന്ന പണിയാണ് ഇന്ന് CPM-ന്റെയും ഇടതുമുന്നണിയുടെ നേതാക്കന്മാർ. കോടിക്കണക്കിന് വിശ്വാസികളുള്ള ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം മുഴുവൻ കട്ടെടുത്തു കൊണ്ടുപോവുകയാണ്. അയ്യപ്പന്റെ ദ്വാരപാലക ശില്പങ്ങൾ മുഴുവൻ കൊണ്ടുപോവുകയാണ്. സ്വർണം മാത്രമല്ല, ചെമ്പ് കിട്ടിയാലും കൊണ്ടുപോകും, ഇനി എന്ത് കിട്ടിയാലും കൊണ്ടുപോകും എന്നുള്ള അവസ്ഥയാണ്. അയ്യപ്പനെ കൊണ്ടുപോകാത്തത് ഭാഗ്യമാണ് എന്ന് മാത്രം ഈ വിശ്വാസികൾ കാത്താൽ മതി. അത് മാത്രം നിങ്ങൾ മനസ്സിലോർത്താൽ മതി. ഇത്തരത്തിൽ ജനങ്ങളുടെ മുമ്പിൽ അപഹാസ്യരായി നിൽക്കുന്ന ഈ സർക്കാരിന്റെ ആ മുഖം രക്ഷിക്കാൻ ജനപ്രതിനിധികളായിട്ടുള്ള ഷാഫി പറമ്പലിനെ പോലെ ജനപ്രീതിയുള്ള MP-മാരെ അതിക്രൂരമായിട്ടാണ് ആക്രമിക്കുന്നത്. ഷാഫിയുടെ മൂക്കിൽ നിന്നും വായിൽ നിന്നുമൊക്കെ ചോര വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു UDF പ്രവർത്തകന്റെ കണ്ണ് മുഴുവൻ കലങ്ങി ഈ പ്രദേശത്ത് കണ്ണിന്റെ ഒരു ഭാഗത്ത് നിന്ന് ചോര ഒലിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ചിത്രം. എങ്ങോട്ടാണ് CPM പോകുന്നത്? ഈ അക്രമം കല്ലും അതുപോലെ തന്നെ കയ്യിൽ കിട്ടിയ ആയുധങ്ങളെല്ലാം ഉപയോഗിച്ച് എതിർ രാഷ്ട്രീയ ചേരിയിൽ നിൽക്കുന്ന ആളുകളെ മൊത്തം ഇല്ലായ്മ ചെയ്യാമെന്ന് ഇവർ വിചാരിച്ചിറങ്ങിയാൽ അത് കേരളത്തിൽ നടപ്പിലാകോ? അത് കേരളത്തിൽ നടപ്പിലാകില്ല. ഇത് ജനാധിപത്യ കേരളമാണ്. പശ്ചിമ ബംഗാളോ ത്രിപുരയെ പോലെയല്ല കേരളം. 10 വർഷക്കാലം പിണറായി വിജയന്റെ ഭരണത്തിലാണ് കേരളം മുന്നോട്ട് പോകുന്നത്. ഇനിയും ഞങ്ങൾ വീണ്ടും ഭരിക്കും എന്നൊക്കെയുള്ള ദാർഢ്യമാണ് കേരളത്തിലെ CPM-നും ഈ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഈ ഭരണാധികാരികൾക്കുമുള്ളത്. അവർ ഒന്ന് ആലോചിച്ചാൽ മതി. പശ്ചിമ ബംഗാളും ത്രിപുരയും 25-33 വർഷക്കാലം ഭരിച്ചതിന് ശേഷം പിന്നെ അങ്ങോട്ട് ഒരു CPM നേതാവിനും തിരിഞ്ഞു നോക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ്. കേരളത്തിൽ 10 വർഷക്കാലം കൊണ്ട് ത്രിപുരയെ പോലെ ബംഗാൾ പോലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇത്രയധികം വെറുക്കുന്ന പാർട്ടി പ്രവർത്തകരുള്ള ഒരു നാടായി ഇന്ന് കേരളം മാറിയിരിക്കുകയാണ്. ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളെ ക്രൂരമായി നടു റോഡിൽ ആക്രമിക്കുക, അധിക്ഷേപിക്കുക, അവരെ വഴിയിൽ തടഞ്ഞു നിർത്തുക. ഇത് ജനാധിപത്യ കേരളമാണെന്ന് പിണറായിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഓർത്താൽ നല്ലത് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്.